ശബരിമലയിലെ കൊടിമരം മാറ്റുന്നു. ആദ്യത്തെ കൊടിമരം മാറ്റി രണ്ടാമത്തെ വയ്ക്കുന്നു. രണ്ട് അവസരത്തിലും അങ്ങ് ശബരിമലയിലുണ്ടായിരുന്നു അല്ലേ? ഇല്ല, ആദ്യത്തെ കൊടിമരം മാറുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു. അത് സ്ഥാപിക്കുന്ന സമയത്ത് ഞാനില്ലായിരുന്നു. ഇല്ല. ആദ്യത്തെ കൊടിമരം 1970 ആ കൊടിമരം സ്ഥാപിച്ചത്. അന്ന് ശബരിമലത്തെ സീനിയർ തന്ത്രിയായിരുന്ന കണ്ഠര് നീലകണ്ഠരും കണ്ഠര് മഹേശ്വര തന്ത്രിയും കണ്ഠര് മോഹന തന്ത്രിയും കൂടാണ് ആ കൊടിമരം പ്രതിഷ്ഠിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു ചാനലിന് കൊടുത്തൊരു വീഡിയോയിൽ ഒരബദ്ധം പറഞ്ഞു. അത് കൃഷ്ണരായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കൃഷ്ണരല്ല, നീലകണ്ഠ തന്ത്രിയും കൃഷ്ണരെയും കണ്ട ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ എഴിക്കോട് ശശി നമ്പൂരി എന്നോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തെറ്റിപ്പോയതാണ്. ഞാൻ പിന്നെ താഴം വള്ളത്തിൽ വിളിച്ചത് കൺഫേം ചെയ്തു. അന്ന് നീലകണ്ഠ തന്ത്രിയും മഹേശ്വര തന്ത്രിയും മോഹന തന്ത്രിയും കൂടാണ് ആദ്യത്തെ കൊടിമരം 1970 സ്ഥാപിക്കുന്നത്. അതെന്തായിരുന്നു? തടിയായിരുന്നു? അത് കോൺക്രീറ്റ് ആയിരുന്നു. കാരണം ഒരു 500 വർഷത്തേക്കെങ്കിലും നിലനിൽക്കും എന്ന് കരുതിയാണ് നല്ല കടുപ്പത്തിൽ കോൺക്രീറ്റിലായിരുന്നു ആ കൊടിമരം ഉണ്ടാക്കിയത്. ആ കൊടിമരത്തിന് കേടുപാടുകളുണ്ടായി, കൃമികീടങ്ങളുണ്ടായി, അശുദ്ധിയായി, അയ്യപ്പന് ഹിതമല്ല, ദേവസ്വം ബോർഡിനും ഭക്തജനങ്ങൾക്കൊക്കെ ദോഷമുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ദേവപ്രശ്നക്കാരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കൊടിമരം മാറ്റാൻ തീരുമാനിക്കുന്നത്. ഈ ദേവപ്രശ്നം നടക്കുന്ന സമയത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. എഴിക്കോട് ശശി നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം ശബരിമല മേശാന്തിയായിരുന്നു, മാളിപ്പുറത്തും മേശാന്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ വെച്ച് പറഞ്ഞു, ഈ പ്രശ്നവിധി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കൊടിമരം തടിയല്ല, ഇത് കോൺക്രീറ്റാണ്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന രാജീവ് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങളവിടെ മിണ്ടായിരിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് കാര്യം, നിങ്ങളവിടെ മിണ്ടായിരിക്കും, അറിയത്തില്ലാത്ത കാര്യം പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും പേരുടെ മുന്നേ വെച്ച് ശാസിച്ചപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നി. അദ്ദേഹം അത്രയും വലിയൊരാളല്ലേ, ശബരിമല ഗുരുവായൂർ മേൽശാന്തിയായിട്ടാണ്. അദ്ദേഹം പരമസാത്വികനായ സത്യസന്ധനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. അപ്പം അത് കഴിഞ്ഞ് ദേവപ്രശ്നം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത് തടിയാണ്, കോൺക്രീറ്റ് ആണെന്നുള്ള കാര്യം അധികം ആർക്കും അറിയാമെന്ന് അറിയത്തില്ല. എനിക്കറിയത്തില്ലായിരുന്നു. ഇദ്ദേഹം പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. അത് കഴിഞ്ഞ് കൊടിമരം മാറാൻ തീരുമാനിച്ചു. കൊടിമരം മാറുന്ന അവസരത്തിൽ പിന്നെ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന് ഈ കൊടിമരം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഞാനന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുക, ചേർത്തല കോളേജിൽ നിന്നെല്ലാം അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം തുറവൂർ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ അന്ന് ആകാശവാണിയിലൊരു വാർത്ത കേട്ടു, ശബരിമല പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കുന്നു, ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ചെങ്ങന്നൂരിൽ നിന്നും ആറന്മുളയിൽ നിന്നും ദേവസ്വം ബോർഡിൻ്റെ വണ്ടി ചാലക്കയത്തിന് പോകുന്നുണ്ട്. അന്ന് ചാലക്കയം വരെ വണ്ടിയുള്ളൂ. അപ്പം ആരെങ്കിലും വന്നാൽ പോകാൻ സൗകര്യമുണ്ട് എന്ന് ആകാശവാണി വാർത്ത കേട്ടു. അപ്പോൾ അദ്ദേഹം അന്ന് തുറവൂരുള്ള പ്രമുഖനായിട്ടുള്ള വ്യക്തിയുണ്ട് ദേവസ്വം ബോർഡിൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കത്തും മേടിച്ചിട്ട് നേരെ ചെങ്ങന്നൂർ വന്നു. ചങ്ങനാശ്ശേരി ഇറങ്ങിയിട്ട് ചങ്ങനാശ്ശേരി നിന്നാണ് അദ്ദേഹം ചെങ്ങന്നൂർ എത്തുന്നത്. ചെങ്ങന്നൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവസ്വം ബോർഡിൻ്റെ വണ്ടി ഇവിടെ നിന്ന് പുറപ്പെട്ടു. അദ്ദേഹം ഉടനെ തന്നെ ഒരു ടാക്സി വിളിച്ച് പുറകെ പോയി. ആറന്മുള എത്തിയപ്പം ദേവസ്വം ബോർഡിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം ടാക്സി കൂലി കൊടുത്ത് അവിടെ ഇറങ്ങിയിട്ട് ഈ വണ്ടിയിൽ കയറി. ഈ വണ്ടിയിൽ കയറിയപ്പോൾ വണ്ടി സീറ്റ് ഫുള്ളാണ്. എങ്കിലും അദ്ദേഹം നിന്നുപോയി. അന്ന് പയ്യനാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായം. അദ്ദേഹം അവിടുന്ന് ചാലക്കയത്ത് വന്നു, അവിടെ നിന്ന് നടന്ന് സന്നിധാനത്തെത്തി, അവിടെ താമസിച്ച് പിറ്റേന്ന് നടന്ന ഈ കൊടിമര പ്രതിഷ്ഠയിൽ പങ്കെടുത്തു. അന്ന് ആ കൊടിമര പ്രതിഷ്ഠയിൽ പങ്കെടുത്ത ആളിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നീലകണ്ഠ തന്ത്രി മരിച്ചുപോയി, മഹേശ്വര തന്ത്രി മരിച്ചുപോയി. അന്ന് ആ കൊടിമര പ്രതിഷ്ഠ നടത്തിയ ആൾ ശബരിമല തന്ത്രി മോഹനരാണ്. അദ്ദേഹമുണ്ട്, ഈ എഴിക്കോട് ശശി നമ്പൂരി ഉണ്ട്. അദ്ദേഹം 2 കൊടിമര പ്രതിഷ്ഠയിലും പങ്കെടുത്തയാളാണ്. മോഹൻ തന്ത്രി രണ്ടാമത്തെ കൊടിമര പ്രതിഷ്ഠയ്ക്കില്ല, ആദ്യത്തെ കൊടിമര പ്രതിഷ്ഠയ്ക്കേ ഉള്ളൂ. അപ്പം അദ്ദേഹം അന്ന് പറഞ്ഞത് ശരിയായിരുന്നു എന്നുള്ളത് പിന്നെ വാജിവാഹനം അഴിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വാജിവാഹനം അഴിച്ചു മാറ്റിയപ്പോൾ തന്ത്രി അവിടെ ഉണ്ട്. തന്ത്രി, ഞാനത് മുൻപ് പല ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്ന് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പം അനന്തനാചാര്യം അദ്ദേഹത്തിൻ്റെ പണിക്കാരുമാണ് മേളിൽ നിൽക്കുന്നത്. അവർ അഴിച്ച് കയറിൽ തൂക്കി താഴോട്ട് ഇറക്കുമ്പോൾ ASP കുറുപ്പെന്ന് പറഞ്ഞ ആൾ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷനാണ്, നിരീക്ഷകനാണ്. അദ്ദേഹം ഇത് വാങ്ങുന്നു. അപ്പോൾ താഴെ ഉണ്ടായിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനുണ്ട്, രാഘവനുണ്ട്, അജയ് തറയിലുണ്ട്, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരുണ്ട്, ഭക്തജനങ്ങളുണ്ട്. ഇവരുടെ മുന്നേ വെച്ച് പിന്നെ ASP കുറുപ്പിനോട് തന്ത്രി പറഞ്ഞു, തന്ത്രിക്ക് അവകാശപ്പെട്ടാന്ന്. ASP കുറുപ്പ് ഉടനെ പ്രയാർ ഗോപാലകൃഷ്ണൻ നേരെ നോക്കി, പ്രയാർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് നേരെ നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് അവകാശപ്പെട്ടാണെങ്കിൽ കൊടുത്തേക്കാൻ പ്രയാർ ഗോപാലകൃഷ്ണനോട് ASP കുറുപ്പ് പറഞ്ഞു. അങ്ങനെയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ അത് ഏറ്റുവാങ്ങി തന്ത്രിക്ക് കൊടുക്കുന്നത്. തന്ത്രി കിഴക്കോട്ട് നിന്ന് മേടിക്കുന്നു. പിന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ ശ്രീകോവിൽ അഭിമുഖമായിട്ട് ഇത് കൊടുക്കുന്നു. ആ സമയത്ത് അജയ് തറയിലും വന്ന് അത് പിടിച്ചു. അങ്ങനെ അജയ് തറയിലും ആ ചിത്രത്തിൽ വന്നു. തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് വെച്ചാൽ അത് പല രീതിയിൽ പറയുന്നുണ്ട്. അതായത് ഒരു ക്ഷേത്രത്തിലെ കൊടിമരം പണ്ട് കാലത്ത് ദാരുവിലായിരുന്നു, തടിയിലായിരുന്നു.
അന്ന് കമുങ്ങ് ചെത്തിയാണ് കൊടിമരം ഉണ്ടാക്കുന്നത് ഉത്സവത്തിന് വേണ്ടി. ഉത്സവം കഴിഞ്ഞാൽ കൊടിമരം മാറ്റും. അപ്പോൾ ആ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന വാഹനം അത് വാജിവാഹനമല്ല, ഏത് ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ വാഹനമാണത്. അപ്പോൾ ആ വാഹനം അവർ നെയ്യിൽ മുക്കി അഗ്നിക്കിരയാക്കും, ചെതയിൽ കത്തിച്ച് കളയും. അത് ദാരുവാണെങ്കിൽ ശിലയിലാണെങ്കിൽ സമുദ്രത്തിലോ കായലിലോ നദിയിലോ ആഴമേറിയ ജലാശയങ്ങളിൽ ഒഴുക്ക് നീറ്റിൽ നിമജ്ജനം ചെയ്യണമെന്നാണ് പറയുന്നത്. അതേസമയം അത് ലോഹമാണെങ്കിൽ ലോഹം അപ്പോൾ തന്നെ ഉരുക്കിയിട്ട് മാത്രമേ അത് ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകാൻ, ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഉരുക്കണം. അതായത് ചൈതന്യം നഷ്ടപ്പെട്ടതാണ് ഈ വാഹനം, അങ്ങനെയാണല്ലോ ഇത് മാറ്റുന്നത്. ചൈതന്യം നഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ജീവൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വെറും ജഡമാണ്. ജഡം എന്താ ചെയ്യുന്നത്? വിധി പ്രകാരം നമ്മൾ സംസ്കരിക്കും. പണ്ട് ചിലർ കുഴിച്ചിടും, ചിലർ ദഹിപ്പിച്ച് കളയും എന്ന് പറഞ്ഞ പോലെ ഈ ലോഹം എന്ന് പറയുന്നത് അത് ആ രൂപമാണല്ലോ. ഇപ്പോൾ കുതിരയുടെ രൂപമാണ് ശബരിമല വാജിവാഹനം. ആ കുതിര ഉരുക്കി കഴിയുമ്പം അത് വെറും ലോഹമായിട്ട് മാറും. ആ ലോഹം ആചാര്യന് ദാനം ചെയ്യാം. പക്ഷേ ആചാര്യന്മാരാരും തന്നെ ഇത് കൊണ്ടുപോകാറില്ല. അത്യപൂർവ്വമായിട്ട് ആരും കൊണ്ടുപോയിട്ടേ സാധാരണ എനിക്ക് ശബരിമല വോയിസ് എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് 18ഓളം തന്ത്രിമാരുണ്ട്. അതിനകത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള 10 തന്ത്രിമാരോട് ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ജീവൻ നഷ്ടപ്പെട്ട ജഡമാണ്. ഒരാളും ഒരു ജഡം മേടിച്ചുകൊണ്ട് സ്വന്തം വീട്ടിൽ വെച്ച് ആ വീട്ടിൽ ദോഷം വരുത്താൻ ആഗ്രഹിക്കാത്തവരാണ്. അത് ഏറ്റവും വലിയ ജഡമാണ്. ആ ജഡാവസ്ഥയിലുള്ള സാധനം നമ്മൾ ഏറ്റുവാങ്ങും. തന്ത്രിയുടെ അവകാശം എന്നുള്ളത് ഏറ്റുവാങ്ങിയതിന് ശേഷം അത് ആ ക്ഷേത്രത്തിലേക്ക് തന്നെ ഒരു ദക്ഷിണ വാങ്ങിച്ചിട്ട് ക്ഷേത്രത്തിൽ തന്നെ ദാനം ചെയ്യും. അതുകൊണ്ട് ശ്രീബലി ബിംബം ഉണ്ടാക്കാം, പിന്നെ ദേവന് ഉപയുക്തമായ പൂജാപാത്രങ്ങളാകാം, പിന്നെ ശ്രീബലി ബിംബമാകാം, തിടമ്പാകാം, അങ്ങനെ ക്ഷേത്രത്തിന് ഉപയുക്തമായിട്ടുള്ള എന്ത് സാധനങ്ങളും ഉണ്ടാക്കാം. അതുകൊണ്ട് ഒരാൾ ഇത് കൊണ്ടുപോകത്തില്ല എന്നാണ് എൻ്റെ അറിവ്, എനിക്ക് ആൾക്കാർ പറഞ്ഞു തന്നത്. അപ്പം എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം തന്ത്രസമുച്ചയം വായിച്ചിട്ടുള്ള ഒരൊറ്റ പുരോഹിതനും ഒരു ക്ഷേത്രത്തിൽ നിന്നും 1 രൂപ നാണയമോ 1 മൺതരിയോ പോലും കൊണ്ടുപോകത്തില്ല. തന്ത്രസമുച്ചയം വായിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർ തന്ത്രസമുച്ചയത്തിലെ ഏതാനും ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടാണ്. തന്ത്രസമുച്ചയത്തിൽ പ്രധാനമായിട്ട് ആചാര്യൻ എങ്ങനെയുള്ളവനായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പൂജാരിക്ക് ഒരു യോഗ്യതയുണ്ട്. ഇന്നത്തെ കാലത്ത് ഒരു തൂപ്പുകാരന് പോലും തൂപ്പ് ജോലിക്ക് ഒരു യോഗ്യതയുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്ത്രിയാണെങ്കിലും മോൻ തന്ത്രിയാവുമോ? അച്ഛൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ മോൻ്റെ വിശപ്പ് പോകുമോ? ഇത് മനുഷ്യനെ പറ്റിക്കുകയാണ്. കാരണം ഇവർ ഇതിനകത്ത് ഞാൻ അറിയുന്ന തന്ത്രിമാർ, അതായത് ഞാൻ അറിയുന്ന ഒരുപാട് തന്ത്രിമാരുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ശ്രേഷ്ഠതയായിട്ടുള്ള തന്ത്രിമാർ 2, 3, 4 ഉള്ളൂ. കാരണം ഏറ്റവും പ്രധാനം പറഞ്ഞാൽ വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, ദാഹിക്കുന്നതിന് വെള്ളം കൊടുക്കുക, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവന് അവന് ഒരു വസ്ത്രം മേടിച്ചു കൊടുക്കുക. അതൊക്കെയാണ് പരമപ്രധാനമായ കാര്യം. ഒരു ഉറുമ്പിന് പോലും ഒരു വറ്റ് ചോറ് കൊടുക്കാത്തവൻ, ഒരു കാക്കയ്ക്ക് ഒരുള്ള ചോറ് കൊടുക്കാത്തവൻ, അവൻ എത്രയൊക്കെ സാമ്രാജ്യം കെട്ടിയിട്ട് എന്താ കാര്യം? ഇപ്പം ഞാൻ പേരെടുത്ത് പറഞ്ഞ മറ്റൊന്നും തോന്നില്ല. എനിക്കറിയാവുന്ന ഒരു തന്ത്രിയുണ്ട്, മലയാളപ്പുഴയിലെ തന്ത്രിയാണ്, സുരേഷ് പട്ടേരി എന്ന് പറയും. അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു പങ്ക് അദ്ദേഹം ദാനം ചെയ്യും. ഒരുപാട് പാവങ്ങളെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന വസ്ത്രങ്ങളൊക്കെ അദ്ദേഹം ഓണമാകുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വെക്കും. സൂക്ഷിച്ച് വെച്ചിട്ട് അർഹതയായിട്ടുള്ള ആൾക്കാർക്ക് ഓണക്കോടിയായിട്ട് അദ്ദേഹം കൊടുക്കും. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അദ്ദേഹം അത് കൊണ്ട് കരുതി വെച്ചിട്ട് അത് ഓണക്കോടിയായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഏതൊരു നല്ല കാര്യത്തിനും ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്യും. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളൊരു തന്ത്രിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഒരുപാട് തന്ത്രിമാരെ എനിക്കറിയാം. കാരണം മറ്റുള്ളവരുടെ വേദനയും വിഷമവും തൻ്റേത് കൂടിയാണെന്ന് സ്വയം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ശരിക്കുള്ള ആചാര്യന്മാർ, അല്ലേ? ശബരിമല തന്ത്രിമാർക്കൊക്കെ കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടുന്നത്. അവർ സ്വന്തം സുഖഭോഗത്തിന് വേണ്ടിയിട്ടാണ് ആ പണം മുഴുവൻ ചിലവഴിക്കുന്നത്. 1% അവരുടെ വേണ്ട, മറ്റുള്ളവർക്ക് കൊടുക്കണം, പൊതുസമൂഹത്തിന് കൊടുക്കണം. ബ്രാഹ്മണരുടെ ഇടയിൽ തന്നെ നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത എത്രയോ സാധുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സഹായിക്കാൻ ഇപ്പോൾ ശബരിമല 1 കോടി രൂപയും കൊണ്ട് വന്നാൽ ആ 1 കോടി രൂപയിൽ ഒരു 10,000 രൂപ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? അതവർ ചെയ്യത്തില്ല. അവരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പൈസ കിട്ടുന്നത്. ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ദക്ഷിണയല്ല, പിച്ച തെണ്ടുന്ന പോലെയാണ് ഇവർ ദക്ഷിണ മേടിക്കുന്നത്. ദക്ഷിണ എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം ദക്ഷിണ ഒരു കർമ്മം ചെയ്ത് കഴിയുമ്പോൾ ആ കർമ്മത്തിൽ തൃപ്തരായിട്ടുള്ള ഭക്തജനങ്ങൾ സന്തോഷപൂർവ്വം സമർപ്പിക്കുന്നതാണ് ദക്ഷിണ. ഇത് ദക്ഷിണ എന്ന പേരിൽ മറ്റുള്ള വാജിവാഹനം എന്ന് പറഞ്ഞാൽ ശബരിമല തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞാൻ എടുത്തു പറയുന്നു. ശബരിമല തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? ശബരിമലത്തെ തന്ത്രി എന്ന് പറഞ്ഞാൽ കാരായ്മ അവകാശമാണ് താഴവൺ മഠത്തിലുള്ളത്. താഴവൺ മഠത്തിലെ കാരായ്മ അവകാശം അത് മക്കത്തായമാണ്. മക്കത്തായത്തിൽ കാരായ്മ അവകാശം ആ കുടുംബത്തിലെ ഏറ്റവും തലമുതിർന്ന ഏറ്റവും പ്രായത്തിൽ സീനിയോറിറ്റിയുള്ള തന്ത്രിക്കാണ്. നേരത്തെ നീലകണ്ഠ തന്ത്രിയായിരുന്നു, പിന്നീട് അത് മഹേശ്വരൻ തന്ത്രിയായി, അത് കഴിഞ്ഞ് ഇപ്പോൾ മോഹനൻ തന്ത്രിയാണ്. മോഹനൻ തന്ത്രിയാണ് ശബരിമലയുടെ താന്ത്രികാവകാശമുള്ള താഴവമഠത്തിലെ തന്ത്രി. അങ്ങ് ഈ പറയുന്ന ആദ്യത്തെ
കൊടിമരത്തിൽ നിന്ന് വാജിവാഹനം മാറ്റി തന്ത്രിക്ക് കൊടുക്കുന്നത് അപ്പോൾ തന്ത്രിക്ക് അവകാശപ്പെടാണ് ഈ അന്നത്തെ കാലത്ത് മഹേശ്വരൻ തന്ത്രി ക്ഷേത്രത്തിൽ തന്ത്രി 2017 അതായത് 2017 മരിക്കുന്നത്. 2017 മഹേശ്വരൻ തന്ത്രിയാണ് ശൈലതന്ത്രി. തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ ഈ വാജിവാഹനം കൊണ്ട് ഏൽപ്പിക്കേണ്ടത് മഹേശ്വര തന്ത്രിയാണ് ഏൽപ്പിക്കേണ്ടത്. മഹേശ്വര തന്ത്രി ഇത് അറിയിച്ചിട്ടില്ല, മഹേശ്വര തന്ത്രി ഏൽപ്പിച്ചിട്ടുമില്ല, ഇദ്ദേഹമാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഈ കോൺക്രീറ്റ് ആണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ട് ആ കോൺക്രീറ്റ് ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അത് രാത്രി ഇടിച്ചു ഡ്രില്ലറും ഒക്കെ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്, വൈബ്രേറ്ററൊക്കെ വെച്ചിട്ട്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കടുപ്പമായിരുന്നു. അത് മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം അത് ചാക്കിൽ കെട്ടി അവിടുന്ന് ട്രാക്ടറെ കയറ്റി പമ്പയിൽ കൊണ്ടുപോയി, പമ്പയിൽ ആറാട്ടും കടവിലാണ് അത് നിമജ്ജനം ചെയ്യുന്നത്. കാരണം അത് കൊടിമരം തടിയാണെന്നാണ് ഇവർ വിശ്വസിച്ചത്. തടിക്ക് വേണ്ടി ദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ. തടിയല്ല, കോൺക്രീറ്റ് അങ്ങനെ ദ്രവിക്കുന്ന ചോദ്യം ചെയ്യില്ല. അത് ചോദ്യം ചെയ്യാൻ ശബരിമലത്തെ കാര്യം ചോദിക്കാൻ ആരുമില്ല. ഭഗവാൻ ചോദിച്ചെങ്കിലേ ഉള്ളൂ, വേറെ ആരും ഒന്നും ചോദിക്കത്തില്ല. കാരണം ഈ കൊടിമരം മാറ്റിയതിന് ശേഷം ഒരു സ്പോൺസർ വരുന്നു. ആ സ്പോൺസർ പറഞ്ഞ് ഇത്ര കോടി രൂപ ഞാൻ തരാം, കൊടിമരം മാറ്റണം. അപ്പോൾ ആ കൊടിമരം മാറ്റി പുതിയ നേരത്തെ കൊടിമരാരാ നീലകണ്ഠ തന്ത്രിയും മഹേശ്വര തന്ത്രിയും മോഹൻ തന്ത്രിയുടെ പ്രതിഷ്ഠിച്ചത്. ഈ പുതിയ കൊടിമരാര ഞാനും എൻ്റെ മകനോടെ പ്രതിഷ്ഠിക്കുക. അപ്പോൾ പേരാർക്കാം വ്യക്തി താല്പര്യമാണ് ഇവിടെ മുന്നേ നിൽക്കുന്നത്. അയ്യപ്പൻ്റെ താല്പര്യമൊന്നുമില്ല, ദേവപ്രശ്നമല്ല. ശബരിമല നടക്കുന്നതൊക്കെ ദേവൻ്റെ ഹിതമല്ല, ദേവസ്വത്തിൻ്റെ ഹിതമാണ്. അല്ലെ തന്ത്രിയുടെ ഹിതം. നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക, ഇന്ന ആളെ വിളിച്ച് ഇന്ന പോലെ പറയണം. അയാൾ അവിടെ നിന്ന് സത്യസന്ധമായിട്ട് ദേവപ്രശ്നം നടത്തുന്ന എത്ര പേരുണ്ട്? ശരി, രണ്ടാമത്തെ കൊടിമരം തടിയിലാണല്ലോ, തേക്കിലാണല്ലോ. രണ്ടാമത്തെ കൊടിമരം തടിയിലാണ് പണിതിരിക്കുന്നത്. അത് അയ്യപ്പ സേവാസംഘമാണ് ആ കൊടിമരം ഇതിൻ്റെ പൈസ മുടക്കിയത്. അത് പമ്പയിൽ എത്തിച്ച് പമ്പയിൽ നിന്ന് ഇവിടെ കൊണ്ടുവരായിരുന്നു. അത് വീണ്ടും കോൺക്രീറ്റിൽ പണിതാൽ പോരായിരുന്നു, വീണ്ടും അത് തടിയിൽ വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് തടിയിലുണ്ടാക്കി. ഇതിൻ്റെ അകത്ത് മുകളിലുള്ള വാജിവാഹനവും അത് അനന്തനാചാര്യക്ക് അറിയത്തുള്ളൂ. ഈ വാജിവാഹനം ഉണ്ടാക്കിയത് ഇപ്പോൾ കൊടിമരം ഉണ്ടാക്കിയ ആൾ തന്നെയാണ്. അനന്തനാചാര്യ മാന്നാറുള്ള അനന്തനാചാര്യാണ് അതുണ്ടാക്കിയത്. അത് എന്താ ലോഹം, പഞ്ചലോഹമാണോ അതോ ചെമ്പാണോ പിത്തളയാണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അവിടെ കൊടിമരം സ്വർണം പൂശിയിട്ടുണ്ട്, സ്വർണം പൊതിഞ്ഞിട്ടുണ്ട്, പൂശിയല്ലായിരുന്നു. അതായത് ഈ അതെല്ലാം പമ്പ വെച്ചാണ് ചെയ്ത്. ആ പമ്പയിൽ പണി കിടക്കും, ഞാനവിടെ പോയി കണ്ടതാണ്. പമ്പയിലെല്ലാം കൊണ്ടുവന്നത് സന്നിധാനത്ത് വെച്ച് പണിയാനുള്ള സൗകര്യം പമ്പയിൽ കൊണ്ടുവച്ചാൽ പണിത്. സന്നിധാനത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ, എന്താ പ്രശ്നം? അത് പമ്പയിൽ വെച്ചാൽ തടിയെ അവിടെ പമ്പയിലാണ് വെച്ചിരുന്നത്. അവിടെ എണ്ണത്തോണിയിൽ ഇട്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് മുകളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ പമ്പയിൽ സൗകര്യങ്ങൾ കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം അവർ പമ്പയിൽ വെച്ചാണ് ഇത്. അവിടെ നിരീക്ഷണ ക്യാമറയും സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ശരി, അതിനുശേഷം സ്ഥാപിച്ച് ആദ്യം ഉണ്ടായിരുന്ന പറ തന്നെയാണ് വീണ്ടും സ്വർണം പൂശി ഇതിൽ വീണ്ടും സ്ഥാപിക്കുന്നത് അല്ലേ? അല്ലല്ല, പുതിയ പറയെല്ലാം മാറ്റിയപ്പോൾ അന്ന് ആദ്യത്തെ കൊടിമരം അഴിച്ച് മാറ്റിയപ്പോൾ ആ പറയെല്ലാം അവിടുന്ന് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയായിരുന്നു. ആറന്മുളയാണ് ദേവസ്വത്തിൻ്റെ സ്ട്രോങ് റൂം. അപ്പോൾ ആ പറയെല്ലാം അഴിച്ച് തൂക്കം നോക്കി മഹസർ എഴുതി അഷ്ടദിക്പാലരെല്ലാം മാറ്റി അത് സ്ട്രോങ് റൂമിലേക്ക് കൊണ്ടുപോയി എന്നാണ് എൻ്റെ വിശ്വാസം. അവിടുന്ന് മാറ്റുന്നത് കണ്ടു. അതിനപ്പുറത്തെ കാര്യമൊന്നും എനിക്കറിയത്തില്ല, അതുവരെ അറിയത്തില്ല. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കാര്യമുള്ളത്, ഈ തന്ത്രി ഈ കൊടിമരത്തെ അശുദ്ധമാക്കിയത് എങ്ങനെയാണ്? തന്ത്രി കൊടിമരത്തെ അശുദ്ധമാക്കിയത് എന്താണെന്ന് വെച്ചാൽ, ഈ കൊടിമര പ്രതിഷ്ഠ നടന്നത് 2017 ജൂണിലാണ്. 2017 ജൂണിൽ ഈ കൊടിമര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് ഈ വാജിവാഹനം കൊടിമര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായിട്ട് സാധാരണ രീതിയിൽ ഏത് ക്ഷേത്രത്തിലെയും മേൽശാന്തിക്ക് ഒരു റോളുണ്ട്. ഇത് മേൽശാന്തിയേക്ക് ആ റോൾ കൊടുക്കാതെ സ്വന്തം മകനെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ആ മകന് ആചാര്യ ദക്ഷിണ കൊടുത്തു. ഞാൻ ദക്ഷിണ എന്ന് പറഞ്ഞാൽ വെറ്റിലെ അടക്കയും നാണയം കൂടെ വെച്ച് കൊടുക്കുന്നതാണ് ദക്ഷിണ ഞാൻ കരുതിയിരിക്കുക. പക്ഷേ ദക്ഷിണ എന്നല്ല, അതിന് വേറൊരു പേരാണ് അവർ പറയുന്നത്, എനിക്ക് ആ ഭാഷ അറിയത്തില്ല. അപ്പം അന്ന് ചേർപ്പുളശ്ശേരി ഉണ്ണികൃഷ്ണൻ മൂരിയാണ് ശബരിമല മേൽശാന്തി. അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് മകനാണ് ദക്ഷിണ കൊടുത്തത്. പിറ്റേ ദിവസം വാജിവാഹനം എടുക്കുന്നതും മകനാണ് എടുക്കുന്നത്. വാജിവാഹനം എടുത്ത് മേളിൽ കയറ്റി പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അജയ് തറയിൽ, മെമ്പർ രാഘവൻ, ദേവസ്വം ബോർഡിനെ പ്രതിനിധീകരിച്ച് ഇവർ 3 പേര്, രാജീവ് തന്ത്രിയുടെ പ്രധാന അസിസ്റ്റൻറ്റ് EMS, അതായത് വേറൊരു പേരുണ്ട് അതെനിക്കറിയത്തില്ല, EMS, പിന്നെ മകൻ ബ്രഹ്മദത്തൻ, ചേർപ്പുളശ്ശേരി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മേൽശാന്തി, പിന്നെ അന്ന് കീഴ്ശാന്തി, പിന്നെ തിരുവനന്തപുരത്തുള്ള നെയ്യാറ്റിൻകര ഗണേഷ് പോറ്റിയ. ഇത്രയും പേരാണ് മേളിലുണ്ടായിരുന്നത്. അതായത് താഴെ ഈ വാജിവാഹന പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് കൊടിമരത്തിൻ്റെ മേളിലെ പടങ്ങിൽ അല്ലെങ്കിൽ തട്ട് അതിലുണ്ടായത് ഇത്രയും പേരാണ്. അപ്പോൾ തൊട്ട് താഴെ തട്ടിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ ഫോട്ടോഗ്രാഫർ ഉണ്ണിയാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. ഈ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞു, പ്രതിഷ്ഠാ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, കർപ്പൂരം കത്തിച്ച് എല്ലാവരും താഴെ ഇറങ്ങിയതിന് ശേഷം ചില മാധ്യമപ്രവർത്തകർ തന്ത്രിയുടെ മുറിയിൽ ചെന്ന് തന്ത്രി അല്ലാണ്ടോ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ മാധ്യമപ്രവർത്തകരുടെ പേര് പറയുന്നില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിൻ്റെ ശബരിമല ലേഖകനും ആൾക്കാരുമാണ്. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്ത്രി മുറിയിൽ നിന്ന് ഇറങ്ങി EMS ഉണ്ട്, ബ്രഹ്മദത്തനുണ്ട്, മേൽശാന്തിയുണ്ട്. ഇവരെല്ലാം കൂടെ വീണ്ടും ഈ
വാജിവാഹനം പ്രതിഷ്ഠിച്ച കൊടിമരത്തിൻ്റെ മേളിലേക്ക് കയറിപ്പോയി, പടങ്ങി കയറിപ്പോയിട്ട് അവർ വീണ്ടും അവിടെ കലശമാടി. അതായത് ആദ്യം കലശമാടിയ സ്വർണ്ണക്കുടം, ആ സ്വർണ്ണക്കുടത്തിനകത്ത് കുറച്ച് വെള്ളം മിച്ചം കിടക്കും. അതിന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് നിർമാല്യം എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ എച്ചിലെന്ന് പറയും. അതായത് മിച്ചം കിടക്കുന്ന സാധനത്തിന് നമ്മൾ എച്ചിലെന്ന് പറയും, അവർ പറയും നിർമാല്യം എന്ന് പറയും. അതിലേക്ക് ഒരു മൊന്തയല്ല കലശക്കുടത്തിൽ അത് വെള്ളം EMS ഒഴിക്കുന്നു. EMS ഒഴിച്ചിട്ട് വീണ്ടും അത് വാജിവാഹനത്തിൽ അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ഇത് പത്രക്കാർക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ ഈ ഉണ്ണി ഇറങ്ങി, ഈ പത്രക്കാരെല്ലാം കൂടെ അതിനെ മുകളിൽ കയറി അവർ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് ഈ ASP കുറിപ്പ്, അതായത് കോടതി നിയോഗിച്ചിരിക്കുന്ന നിരീക്ഷണ കമ്മീഷൻ, അദ്ദേഹം അവിടെ കയറി വാജിവാഹനത്തിൻ്റെ മേളിൽ ഇട്ടിരുന്ന ചുമന്ന റോസപ്പൂ മാല എടുത്ത് സ്വന്തം കഴുത്തിലിട്ടിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഫോട്ടോ എടുപ്പിച്ചു. പിന്നീട് ഇവരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവിടെ കയറി ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം കഴിഞ്ഞപ്പോഴാണ് ഈ മെർക്കുറി ഉപയോഗിച്ച് ഈ കൊടിമരം അശുദ്ധമാക്കിയെന്ന് പറഞ്ഞു. അന്ന് വിജിലൻസ് എസ് ഐ പ്രശാന്ത് സാറിൻ്റെ നേതൃത്വത്തിലാണ് പമ്പയിൽ വെച്ച് ഈ മെർക്കുറി ഒഴിച്ചാലെ പിടികൂടിയത്. ഈ കൊടിമരം അശുദ്ധമാക്കിയത് ശബരിമല തന്ത്രി തന്നെയാണ്. കാരണം ശബരിമല തന്ത്രി ഒരു പുരോഹിതനാണ്, അദ്ദേഹം ഒരു സെലിബ്രിറ്റി അല്ല, പത്രക്കാർക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളല്ല അദ്ദേഹം ഒരു ചടങ്ങ് കഴിഞ്ഞു, കർപ്പൂരം കത്തിച്ച് ആ ചടങ്ങ് തീർന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം വീണ്ടും അത് അശുദ്ധമാക്കി. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ ഇതാണ്. ആ കൊടിമര പ്രതിഷ്ഠ നടക്കുന്ന ഒറിജിനൽ ഫോട്ടോ ഇതാണ്. ഒറിജിനൽ ഫോട്ടോ പുണ്യദർശനത്തിൻ്റെ ജൂലൈ ലക്കത്തിൽ ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നതാണ്, ജൂലൈ ലക്കത്തിൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാടാമ്പുഴ ഒരു കാർത്തികൻ ഒരാൾ പുണ്യദർശനത്തിലേക്ക് ഒരു കത്ത് അയച്ചു. ആ കത്ത് ഞാൻ പ്രസിദ്ധീകരിച്ചതാണ്. രാജീവ് തന്ത്രിയും ഞാനും തമ്മിൽ തെറ്റാനുള്ള കാരണം. അഞ്ചൽ പെട്ടി എന്ന് പറഞ്ഞത് വായനക്കാരുടെ പങ്ക്തിയാണ്. വായനക്കാരുടെ പങ്ക്തിയിൽ വായനക്കാർ എന്ത് കാര്യങ്ങൾ എഴുതിയാലും എന്നെപ്പറ്റി തെറി പറഞ്ഞ് എഴുതിയാലും ഞാനത് പ്രസിദ്ധീകരിക്കും. അത് എൻ്റെ മര്യാദയാണ്. അങ്ങനെ എഴുതിയപ്പോൾ രാജീവ് തന്ത്രിയെപ്പറ്റി അദ്ദേഹം കാണിച്ച ശരിയല്ല, അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം എഴുതി. അത് രാജീവ് തന്ത്രി കണ്ടു. അപ്പോൾ രാജീവ് തന്ത്രി എന്നോട് ചോദിച്ചു, പുണ്യദർശനത്തിൻ്റെ അഡ്വൈസറി ബോർഡ് ചെയർമാനായിട്ട് എൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്, എനിക്കെതിരെ ഇതിൻ്റെ അകത്ത് വാർത്ത. ഞാൻ പറഞ്ഞു വാർത്തയല്ല, ഒരാൾ കത്തയച്ച് പ്രസിദ്ധീകരിച്ച, എഡിറ്റോറിയൽ എഴുതിയിട്ടില്ല, ഒരു ലേഖനം എഴുതിയിട്ടില്ല. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വായനക്കാരൻ ഒരാൾ കത്തയച്ചാൽ അത് പ്രസിദ്ധീകരിക്കുക എന്നുള്ള ഒരു പത്രാധിപരുടെ ഉത്തരവാദിത്തമല്ലേ, അതേ ഞാൻ ചെയ്തുള്ളൂ. അതിനുശേഷം എന്നോട് അത്ര രസമല്ല. ഞാൻ മഹേശ്വരി തന്ത്രിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മോഹനൻ തന്ത്രിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മഹേഷിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ പുള്ളിക്ക് അത് പിടിക്കത്തില്ല. ഞാൻ പുള്ളിയെക്കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ. അതല്ലല്ലോ, നമ്മൾ നിഷ്പക്ഷമായിട്ടല്ലേ പറയുന്നത്. ഈ കൊടിമരം രണ്ടാമത് വെച്ചില്ലേ, അതിനകത്ത് ഉണ്ടായിരുന്ന ആദ്യ പറകളൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ കോൺക്രീറ്റ് ഇതിലുണ്ടായിരുന്ന പറകൾ അതേ തൂക്കത്തിൽ തന്നെയാണോ പുതിയതിലും പറ സ്ഥാപിച്ചിട്ടുള്ളത്? തൂക്കമൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പുതിയ പറയാണ്. ആ പുതിയ പറകളിലെല്ലാം പണി കഴിപ്പിച്ചത് പമ്പയിൽ വെച്ചാണ്. ഈ ആദ്യത്തെ പറയെല്ലാം ചെങ്ങന്നൂർ ആറന്മുള സ്ട്രോങ് റൂം ഉണ്ടെന്നാണ് പറയുന്നത്. അത് അതിന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ ദൃക്സാക്ഷിയായ ഒരാളെന്ന നിലയ്ക്ക് അങ്ങയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും തെളിയട്ടെ, കോടതി ഇതിൻ്റെ ശരി കണ്ടുപിടിക്കട്ടെ. തീർച്ചയായിട്ടും സ്വാംശനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്താൽ ചാനലിനുള്ളിലേക്ക് എത്തും. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഒപ്പം തന്നെ ഇന്ത്യ ലൈവിൻ്റെ പുതിയ ആധ്യാത്മിക ചാനലായിട്ടുള്ള പുണ്യം എന്ന ചാനലും, പുണ്യം ബൈ ഇന്ത്യ ലൈവ്, അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൊളാബ് ചെയ്യുന്ന വീഡിയോകൾ ഇന്ത്യ ലൈവിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പുണ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആധ്യാത്മിക വിഷയങ്ങളിൽ നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് മറുപടിയായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.